ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോച്ച് ആന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയം, അതുപോലെ നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു വിഷയമാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക്ക് യമധർമ്മനും ചിത്രഗുപ്തനും എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം യമൻ ആരാണ്, ചിത്രഗുപ്തൻ ആരാന്നുള്ളത്, അല്ലേ? ഹിന്ദു മതത്തിലെ മാത്രമല്ല ബുദ്ധമതത്തിലെയും പ്രധാന ദേവനാണ് യമൻ. ജീവികളുടെ കർമ്മകണക്കനുസരിച്ച് അവരുടെ അന്ത്യനാളിൽ വിധി എഴുതാൻ വരുന്ന യമനും യമന്റെ അക്കൗണ്ടന്റായ ചിത്രഗുപ്തനുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സത്യസന്ധത, നീതി, ധർമ്മനിഷ്ഠ എന്നിവയുടെ അധിപനാണ് യമധർമ്മൻ. ജീവികളുടെ ഓരോ കർമ്മകണക്കനുസരിച്ച് അവർക്ക് വേണ്ട ശിക്ഷകളും നന്മകളും നൽകി അവരെ അനുഗ്രഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ കൂടിയാണ് യമൻ, അല്ലെങ്കിൽ കാലൻ എന്ന് നമ്മൾ വിളിക്കുന്ന പോത്തിന്റെ പുറത്ത് കയറി വരുന്ന കുട്ടികൾക്ക് ഏറ്റവും ഭയമുണ്ടാക്കുന്ന രൂപമുള്ള ധർമ്മരാജ. ഇതിനെ അദ്ദേഹത്തെ സഹായിക്കുന്നതാവട്ടെ അദ്ദേഹത്തിന്റെ ചീഫ് അക്കൗണ്ടന്റായ ചിത്രഗുപ്തനാണ്. നമുക്ക് യമൻ ആരുടെ മകനാണെന്നും എങ്ങനെയാണ് ജന്മം എന്നുള്ളത് അറിയാം. സൂര്യപുത്രനായ യമന് എങ്ങനെയാണ് ബ്രഹ്മപുത്രനായ ചിത്രഗുപ്തന് അസിസ്റ്റന്റായി കിട്ടിയത് എന്ന കഥ നിങ്ങൾക്ക് അറിയാമോ? 84 ലക്ഷം ജീവിവർഗങ്ങളുടെ കർമ്മകണക്ക് തന്നെ കൊണ്ട് രേഖപ്പെടുത്താൻ പറ്റില്ലെന്ന് ബ്രഹ്മാവിനോട് യമൻ പരാതി പറഞ്ഞപ്പോൾ 11,000 വർഷം ബ്രഹ്മാവ് ധ്യാനിച്ചിരുന്നാണ് കയ്യിൽ തൂലികയും പുസ്തകവും പിടിച്ച് അരയിൽ ഒരു വാളും തിരികെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ 17ാമത്തെ മാനസപുത്രനായിട്ട് ചിത്രഗുപ്തൻ പിറക്കുന്നത്. തന്റെ മനസ്സിൽ നിന്നും ഉണ്ടായ പുത്രനായതുകൊണ്ടാണ് ചിത്രഗുപ്തൻ എന്ന് ബ്രഹ്മാവ് പേര് കൊടുത്തത്. ചിത്രഗുപ്തൻ, ഗുപ്തം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചേഴ്സ്, അതായത് മറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളാണ് എന്ത്, ചിത്രഗുപ്തന്റെ ജനനം. ഇനി ഈ കഥയുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. യമധർമ്മൻ ഓർ കാലൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ സമയമാണ്. യാമത്തിന്റെ അധിപനാണ് യമൻ. യാമം എന്നുള്ളത് സമയത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചെറിയ യൂണിറ്റ് ആണ്. അതിനെ വിപുലീകരിക്കുമ്പോൾ അത് കാലമാകുന്നു. അങ്ങനെ കാലത്തിന്റെ അധിപൻ എന്നർത്ഥത്തിൽ യമനെ കാലൻ എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫിലെ ചെറിയ സമയം പോലും ഒരുപാട് വിലപ്പെട്ടതാണെന്നതിന്റെ സിമ്പലാണ് യമൻ. അത് നീണ്ടു നിൽക്കുമ്പോൾ, അത് നമ്മൾ ശരിയായി ഉപയോഗിക്കുമ്പോൾ, കാലത്തിന്റെ കണക്കായി വരുമ്പോൾ അത് കാലനായി മാറുന്നു. കാലന്റെ വാഹനമായ കറുത്ത പോത്ത് നമ്മുടെ അജ്ഞാനത്തിന്റെയും മടിയുടെയും പ്രതീകമാണ്. പോത്തിനെ കെട്ടിയ കയർ നമ്മുടെ കർമ്മങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇനി ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അബോധ മനസ്സിന്റെ പ്രതീകമാണ്. അതായത് നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതും മുന്നേ അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ അബോധ മനസ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളറായ ചലച്ചിത്രങ്ങളായി കുടികൊള്ളുന്നുണ്ട്. പക്ഷെ നാം അവയെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ചില സമയങ്ങളിൽ അബോധ മനസ്സിൽ നിന്നും ഇവ ഉപബോധ മനസ്സിലേക്കും അവിടെ നിന്നും ബോധ മനസ്സിലേക്കും പൊന്തി വരുന്നു. അതിൻ്റെ ഫലമായാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വാണ്ടഡ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയ പല പാറ്റേൺസും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഇതെല്ലാം സത്യമാണ്. സയൻസിനെ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് സൈക്കോളജിയെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇത് പ്യുവർ സൈക്കോളജി ബേസ് ആയ കാര്യമാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്മാർട്ട് ഫോൺ നാം എടുത്ത് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ഫോട്ടോയോ വീഡിയോ ഒക്കെ നമ്മളെ ഗാലറിയിൽ നിന്ന് നമ്മളത് റിമൂവ് ചെയ്ത് കളയാറുണ്ട്, ഡിലീറ്റ് ആക്കി കളയാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ കാണാം അത് അതിൻ്റെ ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടാകില്ല. അപ്പം അത് നമ്മൾ ഫോൾഡറിൽ പോയിട്ട് ഡിലീറ്റ് ആക്കും. ഇപ്പോൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വരുന്ന കാര്യങ്ങളോ ടെലഗ്രാമിൽ വരുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ അതിൽ നിന്ന് കളഞ്ഞാലും ഗാലറിയിലും അതിലൊക്കെ ഹിഡനായിട്ടുള്ള വേറെ കുറേ ഫോൾഡറിൽ പോയി കിടക്കും. ഞാൻ അവിടെ നിന്നെല്ലാം നമ്മൾ ഡിലീറ്റ് ആക്കി. പക്ഷേ നമുക്ക് നമ്മുടെ ഫോണ് മറ്റൊരാളിൽ, അതായത് ഒരു മൊബൈൽ എക്സ്പേർട്ട് ആയ ഒരാളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിലോ നമ്മൾ എത്ര ഡിലീറ്റ് ആക്കി കളഞ്ഞ വീഡിയോയും ഫോട്ടോയും എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഈസി ആയിട്ട് റിവീൽ ചെയ്യാൻ പറ്റും. നമുക്ക് വിസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ആ ഫോട്ടോയോ വീഡിയോ അവിടെ ഇല്ല എന്ന് നമുക്ക് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലല്ലോ.
അത് മൊബൈൽ എക്സ്പെർട്ട് ആയ ആൾക്ക് ഡീകോഡ് എടുത്ത് ഡീകോഡ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അതുപോലെ തന്നെയാണ് അബോധ മനസ്സിലെ പല ചിത്രങ്ങളും ഉപബോധ മനസ്സിലേക്കും അവിടെ നിന്ന് നമ്മുടെ ബോധ മനസ്സിലേക്കും പൊന്തി വരുന്നത്. ഇതിന്റെ ഫലമായാണ് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ചില സമയത്ത് നമ്മിൽ നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, പല രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ എല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാക്കുപിഴ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത്. പലപ്പോഴും അവരുടെ ഒരു ബിഹേവിയറോ അവരുടെ ഒരു എത്തിക്കോ പലപ്പോഴും നമുക്കറിയാം അവരുടെ എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടും പെരുമാറ്റം വെച്ച് അവരിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ് എന്നുള്ളത്. പക്ഷെ ചില സമയത്ത് അവരറിയാതെ തന്നെ നാക്കുപിഴ എന്ന് പറഞ്ഞ് വന്ന് പല അബദ്ധങ്ങളും പറ്റുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലെല്ലാം ചർച്ചയാവുന്നതല്ലേ. അതുപോലെ തന്നെ അബോധ മനസ്സിൽ പതിഞ്ഞ പല കാര്യങ്ങളും ഓഡിയോ വിഷ്വൽ മൂവിയായി കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മായാതെ കിടക്കും. അതാണ് മരണസമയത്ത് ചിത്രഗുപ്തൻ യമന് കർമ്മകണക്ക് വായിച്ചു കൊടുക്കുന്നത് അനുസരിച്ച് യമൻ നമ്മെ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് നരകത്തിലോ സ്വർഗത്തിലോ പറഞ്ഞയക്കുമെന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് സ്വഹഗതി, അതായത് സ്വന്തം ഗതി. അതായത് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതായിട്ടുള്ള പല കർമ്മങ്ങളും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ നേരാവണ്ണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും. സ്വർഗം എന്ന് പറയുന്നത് സ്വന്തം ഗതിയാണ്. അതായത് നാം നമ്മുടെ കർമ്മങ്ങൾ നേരായ വണ്ണം ചെയ്താൽ നമ്മുടെ ജീവിതവും സ്വർഗമായി മാറും. നരകം എന്നുള്ളത് മറ്റുള്ളവർ അല്ലെങ്കിൽ അറിയാത്തവർ വിഡ്ഢികൾ നമ്മെ നയിക്കുന്ന ഗതിയാണ്. അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലും ചെന്ന് വീഴും. ഇതാണ് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും യാഥാർത്ഥ്യം. അതായത് മുമ്പേ ഗമിക്കുന്ന ഗോതിന്റെ പിന്നെ ഗമിക്കുന്ന ഗോക്കളെല്ലാം എന്ന് പറയുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും ദുഷ്ടതരമോ വല്ല മണ്ടത്തരമോ പൊട്ടത്തരമോ പ്രവർത്തിച്ചാൽ അതിന്റെ വാല് പിടിച്ച് നമ്മൾ ഓരോന്നും പറഞ്ഞതിൽ തൂങ്ങും. എന്നിട്ടോ പല അബദ്ധങ്ങളിലും കോമാളിത്തരങ്ങളിലും ചെന്ന് ചാടും ചെയ്യും. അതാണ് പണ്ട് കവി പാടിയത്, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നാം മുൻതൂക്കം കൊടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും നരകമായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരയ്ക്കും. വണക്കം.